കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയുമായി ഭാര്യ മഞ്ജുഷ കണ്ണൂരിലെ വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത്. SIT അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല എന്ന് കെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു കുറ്റപ്പെടുത്തി. അന്വേഷണം പ്രോപ്പറായ രീതിയിലല്ല പോയതെന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഫൈനൽ റിപ്പോർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇവർ അന്വേഷിക്കുന്നില്ല, ഇവരുടെ അന്വേഷണം പോകുന്ന രീതി കണ്ടുകൊണ്ട് ഞങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലോട്ടൊന്നും കടന്നൊരു വിധി വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതേ അന്വേഷണ സംഘം തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുന്നത്. അവർ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയ ശേഷം ഫയൽ ചെയ്തതാണ് ഇപ്പോഴത്തെ ഫൈനൽ റിപ്പോർട്ട്. അതിലെ പോരായ്മകളും നമ്മൾ പറഞ്ഞ അന്വേഷിക്കാത്ത കാര്യങ്ങളുമാണ് നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മിഥില ബാലന വാർത്തകൾ. മിഥില, അതിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന് കുടുംബം സംശയിക്കുന്നു. ഗൂഢാലോചനയ്ക്ക് അന്വേഷണം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിലല്ലാത്ത പെട്രോൾ പമ്പിന് വേണ്ടി അതിൻ്റെ പ്രസിഡന്റ് അതീവ താല്പര്യത്തോടു കൂടി ഇടപെടുകയും ഒരു ഉദ്യോഗസ്ഥനെ ഫിനിഷ് ഓഫ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ആ യോഗത്തിലേക്ക് പാഞ്ഞെത്തുകയും അവിടെ ഈ ഷോ ഓഫ് കാണിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തത് അത് കേവലം എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി ഈ പ്രശാന്തൻ്റെ ഈ പെട്രോൾ പമ്പ് ആരുടെ ബെനാമിയാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി, അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾക്കുള്ള മറുപടി കുറ്റപത്രത്തിലില്ല എന്നല്ലേ കുടുംബത്തിൻ്റെ ഹർജിയിൽ പറയുന്നത് മിഥില? തീർച്ചയായും ആഷ്മി, അങ്ങനെ തന്നെയാണ്. കുടുംബം നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ച ആ സമയത്ത് തന്നെ കുടുംബം ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേ ആരോപണങ്ങളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തി, അതായത് 13 വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് ഇത്തരത്തിൽ ഒരു ഹർജി കണ്ണൂർ കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇതിൽ ഒരു തുടരന്വേഷണം വേണം എന്നത് തന്നെയാണ്. അന്വേഷണ സംഘത്തിൻ്റെ പോരായ്മകളെല്ലാം തന്നെ പരിശോധിക്കണം. മാത്രമല്ല, ഇവർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. സമർപ്പിച്ച CCTV ഒന്നും ദൃശ്യങ്ങൾ വ്യക്തമല്ല. മാത്രമല്ല, ഈ പ്രതിക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് ഈ അന്വേഷണ സംഘം സമർപ്പിച്ചത്. ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം തന്നെ നിരത്തിക്കൊണ്ടുള്ള ഒരു ഏകപക്ഷീയമായ ഒരു അന്വേഷണമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഈ ഒരു കുറ്റപത്രത്തിലോ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിലോ വ്യക്തമാക്കിയിട്ടില്ല. ADM തെറ്റ് ചെയ്തതായി കളക്ടർ എവിടെയും പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ ഒരു കുറ്റപത്രത്തിലോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഈ ഒരു റിപ്പോർട്ടിലോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തുടരന്വേഷണം വേണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ ഈ പ്രശാന്തൻ്റെ കാര്യത്തിൽ പ്രശാന്തൻ ഒരു ബിനാമി മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും ഈ അന്വേഷണ സംഘം നടത്തിയിട്ടില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു തുടരന്വേഷണം വേണം എന്ന ഒരു ഹർജിയാണ് ഇന്ന് കണ്ണൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 16-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കും. ആഷ്മി. ഓക്കെ, മിഥിലാണ് വാർത്തയുടെ വിവരങ്ങൾ. PP ദിവ്യയും പ്രശാന്തനുമായുള്ള ഫോൺ കോൾ രേഖകൾ, ചാറ്റുകൾ എന്നിവ SIT പരിശോധിച്ചെന്ന് സഹോദരൻ പറയുന്നുണ്ട്. കളക്ടറുടെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ കളക്ടറുടെ ഒരു ദുരൂഹമായ ചിരിയൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ, നമ്മുടെ ഈ പറഞ്ഞ പ്രസ്തുത യോഗത്തിൽ. അത് കഴിഞ്ഞ് കളക്ടറുടെ മൊഴി അത്യന്തം ദുരൂഹമായ മൊഴി, അതിലെ വൈരുദ്ധ്യങ്ങൾ അത് പരിശോധിച്ചില്ല. PP ദിവ്യയുടെ ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കണം. പ്രതിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. SIT റിപ്പോർട്ടിൽ അക്കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഗൂഢാലോചന അടക്കം പുറത്തു വരാൻ പുതിയ അന്വേഷണം വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ ഈ പറയുന്ന SIT-യുടെ അന്വേഷണത്തിലെ 13 പിഴവുകൾ അക്കമിട്ട് പറഞ്ഞാണ് തുടരന്വേഷണ ഹർജിയുമായി വിചാരണ കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ സമീപിച്ചിരിക്കുന്നത്. നോക്കാം എന്താണ് കോടതി സമീപനമെന്ന്.